ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം നടത്തുന്നതിനെ സംബന്ധിച്ച് തന്നെ മാധ്യമങ്ങൾ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അത് മാധ്യമ താല്പര്യങ്ങളുടെ ഭാഗമായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്നു. മുന്നണിയിലെ എല്ലാ പാർട്ടികളിലും പെട്ട പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഗൗരവമായ ചില പ്രശ്നങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തത്. UDF ഗവൺമെന്റ് അധികാരമേറ്റ് 3 മാസം പൂർത്തിയാവുകയാണ്. ആഗസ്റ്റ് 18-ന് 3 മാസമാകും. ഈ 3 മാസ കാലയളവിൽ ഗവൺമെന്റ് തുടരുന്ന നടപടികൾ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെയാകെ പിറകോട്ടടിപ്പിക്കുന്നതിന് ഇടവരുത്തിയിട്ടുണ്ട്. കേരളം തിരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ തന്നെ BJPയുമായുള്ള അവിഹിതമായ ബന്ധമുറപ്പിക്കാനാണ് UDF നേതൃത്വം പൊതുവെ ശ്രമിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ കേരളത്തിലെ 3 മണ്ഡലങ്ങളിൽ BJP ജയിക്കാനിടയായി. ആ 3 മണ്ഡലങ്ങളിലും UDF 3-ാം സ്ഥാനത്താണ്. കേരളത്തിൽ ഒരു 30 അസംബ്ലി മണ്ഡലങ്ങളിലെങ്കിലും BJPയുടെ വോട്ട് കൊണ്ടാണ് UDF ജയിച്ചത്. ഈ ബന്ധം RSS സംഘപരിവാർ ശക്തികളുടെ താല്പര്യമനുസരിച്ചുള്ള BJPയുമായിട്ടുള്ള ഈ ബന്ധം UDF തുടരുകയാണ്. ഇവിടെ എടുത്തു വരുന്ന ഓരോ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാലും പരിശോധിച്ചു കഴിഞ്ഞാലും ഈ വസ്തുത നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഗ്രാമീണ ജനവിഭാഗങ്ങളിൽ പ്രധാനമായും ദാരിദ്ര്യ ലഘൂകരണത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. 1-ാം UPA ഗവൺമെന്റിന്റെ കാലത്ത് തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ദാരിദ്ര്യ ലഘൂകരണം തന്നെയാണ് ലക്ഷ്യം. പ്രധാന പരിഗണന നൽകിയിരുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കാണ്. എന്നാൽ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയെന്നോ മുകളിലെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങളും ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിക്കുന്നുണ്ട്. ഇതിൻ്റെ പൂർണ്ണ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കണമെന്നുള്ളതും നേരത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിന്റെ ഭാഗമാണ്. 1-ാം UPA ഗവൺമെന്റ് കാലം മുതൽ BJP ഗവൺമെന്റ് കാലത്ത് ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി അനുവദിക്കുന്ന തുകയിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വരുത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിലപാടിനെ നിശിതമായി വിമർശിക്കുകയും കേരളത്തിന് അർഹമായ വിഹിതം ലഭ്യമാക്കുക എന്ന ആവശ്യം എല്ലാ കാലത്തും ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്
60:40. 60% ഈ പദ്ധതി ചെലവിൻ്റെ 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% സംസ്ഥാന ഗവൺമെൻറ്റും എന്ന നിലപാടിലേക്ക് BJP ഗവൺമെൻറ് കൊണ്ടുവന്നു ഈ പദ്ധതിയെ. ഈ നിലപാടിനോട്, കേന്ദ്രത്തിൻ്റെ ഈ നിലപാടിനോട് UDF ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താണ്? ഇതാണ് ഒരു പ്രശ്നം. UDF ഗവൺമെൻറ് ഇവിടെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലോ ബഡ്ജറ്റ് അവതരണ സന്ദർഭങ്ങളിലോ കേന്ദ്രത്തിൻ്റെ ഈ നിലപാടിനെ UDF ഗവൺമെൻറ് എതിർത്തില്ല. എതിർക്കാതിരിക്കുന്നതിനുള്ള കാരണം BJPയോടുള്ള ആഭിമുഖ്യം തന്നെയാണ്. ഇത് ഈ പ്രശ്നത്തിൽ മാത്രമല്ല, മറ്റ് പല പ്രശ്നങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഈ സമീപനം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ UDF MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ, എല്ലാ MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വന്ദേ മാതരം ആലപിക്കുന്നതിന് നിർദ്ദേശം നൽകി. വന്ദേ മാതരം ആലപിച്ചു എന്ന് മാത്രമല്ല, അത് പൂർണ്ണമായിട്ടും ആലപിച്ചു. ഭരണഘടന തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇന്ത്യയുടെ ദേശീയ ഗാനം എന്താ? ജനഗണമനയാണ്. വന്ദേ മാതരത്തോടുള്ള സമീപനം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വരികളും മതനിരപേക്ഷ നിലപാടിൽ നിൽക്കുന്നതല്ല. അതിൻ്റെ ആദ്യത്തെ 2 ചരണങ്ങൾ, ആദ്യത്തെ 2 ഖണ്ഡിക ഇന്ത്യയുടെ പൊതു നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതാണ്. അതിന് അഭിപ്രായ വ്യത്യാസമില്ല. മറ്റു ഭാഗങ്ങൾ മതനിരപേക്ഷ നിലപാടുകൾക്കെതിരായതുകൊണ്ട് അത് ആലപിക്കേണ്ടതില്ല എന്ന് ഇന്ത്യ പൊതുവെ തീരുമാനിച്ചിട്ടുള്ള പ്രശ്നമാണ്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വവും അഖിലേന്ത്യാ കമ്മിറ്റിയും ഈ നിലപാടിലാണ് നിന്നത്. എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം വാർഷികത്തിലേക്ക് പ്രവേശിച്ച ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 15-ന് ഈ വന്ദേ മാതരം AICC ഓഫീസിൽ ആലപിച്ചു. ആലപിക്കുന്ന സമയത്ത് അതിനോടുള്ള എതിർപ്പ് ശ്രീമതി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും AICCയുടെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ആ വേദിയിൽ തന്നെ അതിൻ്റെ അസംതൃപ്തി പ്രകടിപ്പിച്ചത് ചാനലിലൂടെ നമുക്ക് കാണാനായി. എന്തതിൻ്റെ അടിസ്ഥാനം? ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുന്നു. ഇതിൽ കോൺഗ്രസിന്റെ സമീപനം എന്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളുടെ ആശയങ്ങൾക്കനുസൃതമായ നിലപാട്, മൃദു ഹിന്ദുത്വ സമീപനം നേരത്തെ തന്നെ ഇവർ സ്വീകരിക്കുന്നു എന്നുള്ളത് നാം ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനമാണ്. ആ വിമർശനം ശരിയാണെന്ന് തെളിയിക്കുന്ന നിലപാടുകളാണ് ഇപ്പോൾ ഈ സംസ്ഥാന ഗവൺമെന്റുകളിലൂടെയെല്ലാം അവർ സ്വീകരിക്കുന്ന സമീപനം എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനോട് കോൺഗ്രസിന്റെ നിലപാടാണ് വിശദീകരിക്കേണ്ടത്. ഗവൺമെന്റിന്റെ നിലപാടെന്ത് എന്നുള്ളത് ഇവിടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗസ്റ്റ് 15-ന്റെ ഈ ഗീതം വന്ദേ മാതരം ഇവിടെ പൂർണ്ണമായി കേരളത്തിൽ ആലപിച്ചിട്ടില്ല. അത് അത്രയും നല്ലത്. എന്തുകൊണ്ടത് അങ്ങനെ ഒരു നിലപാടിലേക്ക് വന്നത്? ഇവിടെ പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ള ശക്തമായ വിമർശനമാണ്, ഇടതുപക്ഷം ഉയർത്തിയിട്ടുള്ള വിമർശനമാണ്, ഭരണമുന്നണിക്കകത്ത് തന്നെയുള്ള ചില വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള വിമർശനമാണ് അതിലേക്ക് എത്തിയത്. ഇത് മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്, വർഗീയതയ്ക്കെതിരായ സമീപനത്തിന്റെ പ്രശ്നമാണ്.
ഈ കാര്യത്തിൽ കോൺഗ്രസ് വെള്ളം ചേർക്കുന്നു ലീഗിന്റെ പിന്തുണയോടെ. ഇത് ഈ നാട് അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇതിന്റെ തുടർച്ചയായി കേരളത്തിൽ രൂപപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രശ്നമാണ് വഖഫ് നിയമത്തിന്റെ പ്രശ്നം. വഖഫ് നിയമത്തിന്റെ പ്രശ്നത്തിൽ മുസ്ലിം അല്ലാത്തവർ വഖഫ് ബോർഡിൽ വരാതിരിക്കുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ സ്വീകരിച്ചത്. ആ സമീപനത്തിന്റെ ഭാഗമായി നിയമസഭയെ ഒറ്റക്കെട്ടായി നിർത്താനും വഖഫ് സംരക്ഷിക്കത്തക്ക നിലയിലുള്ള കാഴ്ചപ്പാട് ഉയർത്താനും അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്നോ? ഇപ്പോഴെന്താ സമീപനം? ഇപ്പോൾ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പ്രശ്നത്തിൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നു വഖഫ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട്. ആ സുപ്രീം കോടതി കേസ്, അത് സുപ്രീം കോടതിയിൽ കേസിന്റെ അന്തിമ വിധി വരെ വരുന്നത് വരെ ഈ പ്രശ്നത്തിൽ അവർക്ക് കാത്തു നിൽക്കാമായിരുന്നു. ഇവിടെ ഇപ്പോൾ അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഈ വഖഫിന്റെ സെക്ഷൻ 14 അനുസരിച്ച് 2 അമുസ്ലിമുകളെ കൂടി വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താം എന്ന നിലപാടിനെ ന്യായീകരിക്കുന്ന സമീപനം കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചു. വളരെ പ്രശസ്തനായ ഒരു സീനിയർ അഡ്വക്കേറ്റ് ജഗദീഷ് ഗുപ്ത, അദ്ദേഹത്തെ കൊണ്ട് വാദിച്ചു ഈ 2 പേർക്ക് അംഗീകാരം കൊടുക്കുന്നതിനെ സംബന്ധിച്ച്. കൂട്ടത്തിൽ കേരള ഗവൺമെന്റിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗമായ മർസുഖ് ബാഫഖി തങ്ങൾ, അദ്ദേഹം ലീഗിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹവും ജഗദീഷ് ഗുപ്തയ്ക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കാനുണ്ടായിരുന്നു. ഇത് കേരളത്തിൽ സംഭവിച്ചു. ഇത് അർത്ഥമാക്കുന്നത് എന്താ? കേരളത്തിലെ ഗവൺമെന്റ് ഈ മതനിരപേക്ഷ സമീപനം ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ, അതോ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു? വഖഫ് ഭൂമി സംരക്ഷിക്കുന്നതിന് വഖഫ് സ്വത്ത് സംരക്ഷിക്കുന്നതിന് സഹായകരമായ നിലപാടാണോ ഇവിടെ ഇവർ സ്വീകരിക്കുന്നത് എന്നുള്ള പ്രശ്നം വളരെ ഗൗരവമായി കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള ചില അവരുടെ ഭരണ നടപടികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യമാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. വ്യാപകമായ പിരിച്ചുവിടൽ, കൂലി വെട്ടിക്കുറയ്ക്കൽ, അതിന് സഹായകരമായ നിലപാടാണ് ഈ ലേബർ കോഡിന്റെ ഇംപ്ലിമെന്റേഷൻ. ലേബർ കോഡ് നടപ്പിലാക്കുക വഴി കൂലിയും തൊഴിലും വൻതോതിൽ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് രാജ്യവ്യാപകമായ ആ ഒരു സാഹചര്യത്തിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നു. കേരളവും ആ ദിശയിലൂടെ സഞ്ചരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലുള്ളപ്പോൾ ഈ തൊഴിലാളി വിരുദ്ധ നിയമം ഇവിടെ നടപ്പിലാക്കില്ല. ഇന്ത്യയിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ 29 നിയമങ്ങൾ റദ്ദ് ചെയ്തിട്ടാണ് ഈ ലേബർ കോഡ് 4 ലേബർ കോഡുകളായി മാറ്റുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചത്. അതിനെതിരെ തൊഴിലാളികളുടെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉൾപ്പെടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതാണ് നില. അപ്പോൾ ഇത്തരം നിലപാടുകൾ, വ്യാപകമായ പിരിച്ചുവിടൽ, ഒരു തത്വദീക്ഷയുമില്ലാത്ത സ്ഥലം മാറ്റം, ഒരു സ്ത്രീ കാസർഗോഡ് ആത്മഹത്യ ചെയ്തു. ഈ സ്ഥലം മാറ്റത്തിന്റെ ഭാഗമായി ഈ മാനസികമായ പിരിമുറുക്കത്തിന്റെ തുടർന്ന് അവർ ആത്മഹത്യ ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചു. ചൊക്ലിയിൽ ഒരു സ്ത്രീ കുഴഞ്ഞു വീണ് മരിച്ചു. അതിന് കാരണമായി, അവർക്ക് അസുഖമുണ്ട്, അതിന് കാരണമായി നിൽക്കുന്നത് അവരുടെ സ്ഥലമാറ്റമാണ്. ഇങ്ങനെ സ്ഥലമാറ്റം നടത്തി ആളുകളെ ഉപദ്രവിക്കുകയാണ്. ഒരാൾക്ക് 4ഉം 5ഉം 6ഉം
തവണ സ്ഥലം മാറ്റം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ 3 മാസക്കാലത്തിനിടയിൽ. ഇത് ഏതെങ്കിലും കാലത്ത് കേരളത്തിൽ നടന്നിട്ടുണ്ട്? എപ്പോഴെങ്കിലും ഇതിന്റെ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെന്നൊക്കെ വരും. ഇതങ്ങനെയാണ്. സംഘടനയുടെ നേതാക്കന്മാർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അത് ഉത്തരവിൽ വരെ കോട്ട് ചെയ്യാണ്, സ്ഥലമാറ്റം നടത്തുകയാണ്. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ഈ സ്ഥലമാറ്റം കൊണ്ട് ഭരണരംഗത്ത് വല്ല മാറ്റവും ഉണ്ടായോ? ഇപ്പം എല്ലാവരെയും വേദനിപ്പിച്ച സംഭവമാണല്ലോ കേരളത്തിലുണ്ടായ ഈ അതിശക്തമായ വെള്ളപ്പൊക്കം, കടലാക്രമണം. ഇതെല്ലാം കേരളത്തിലുണ്ടായതല്ലേ? ഈ കടലാക്രമണത്തെ തുടർന്ന് 3 പേർ, കടലും പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് 11 മത്സ്യത്തൊഴിലാളികളെ കാണാതായി. അതിൽ 8 മത്സ്യത്തൊഴിലാളികളെ കിട്ടി, അവരുടെ മൃതശരീരം കിട്ടി. 3 ആളുകൾ കടലിൽ ഇങ്ങനെ കാണാതായിട്ടുള്ള ആളുകളെ ആഴ്ചകളോളം കാത്തിരുന്നിട്ട് കണ്ടുകിട്ടിയിട്ടുണ്ട്. എന്ത് സംഭവിച്ചു എന്ന് എങ്ങനെ കണക്കാക്കാൻ കഴിയും? അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു അപകടമുണ്ടായി. ആ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ കിട്ടാവുന്ന സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് അതിനെ തെരയണം, തെരച്ചിലിന് സഹായകരമായ നിലപാട് സ്വീകരിക്കണം. കേരളത്തിലെ ഗവൺമെന്റ് കേന്ദ്രസേനയെ ഉപയോഗിക്കുന്നതിന് പോലും ശ്രമിച്ചില്ല. ഏതൊരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു, അയാൾ തടസ്സം നിന്നു എന്നുള്ളൊരു വാദം ഉന്നയിക്കുക എന്നുള്ളതല്ലാതെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് സൈന്യത്തെ ഇവിടെ ഉപയോഗിക്കുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കണ്ടേ? അത് സ്വീകരിച്ചില്ല. തെരച്ചിലിന് കാലതാമസമെടുത്തു. ഉടനെ തെരച്ചിൽ നടന്നില്ല. ആ കുടുംബങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആ കുടുംബങ്ങൾ വാവിട്ട് നിലവിളിക്കലായിരുന്നു ബന്ധുക്കൾ ഈ അനാസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. ഇപ്പോഴും 3 പേരെ കണ്ടെത്തിയിട്ടില്ല. അവര് എങ്ങനെയുണ്ട്, ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചോ? അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ മൃതശരീരം കിട്ടണമല്ലോ. ഇതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വരുന്നത് അങ്ങേയറ്റത്തെ അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ കേരളത്തിന്റെ ഒരു പൊതു അന്തരീക്ഷം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ദുരന്തമുഖങ്ങളിൽ എങ്ങനെ നേരിടണം, അതിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടോ? വിവിധ വകുപ്പുകളുടെ കോർഡിനേഷൻ ഉണ്ടോ? ഇതെല്ലാം കഴിഞ്ഞ കാലത്ത് കേരളം തെളിയിച്ചതല്ലേ, കേരളം കാണിച്ചു കൊടുത്തതല്ലേ, കേരളം അനുഭവിച്ചതല്ലേ? അത് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ആക്ഷേപിക്കുക, പരിഹസിക്കുക, വളരെ ധിക്കാരത്തോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കുക, ഇതാണ് കേരളത്തിലെ ഭരണം എന്നുള്ള നിലയ്ക്ക് കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തകർച്ച, ഇവിടെ സ്വകാര്യ ഉടമകൾ, വിദേശ കമ്പനികൾ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളിൽ പിടിമുറുക്കുകയാണ്. അതിന് സഹായകരമായ നിലപാടാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അത് ശക്തിപ്പെട്ടു വന്നു കഴിഞ്ഞാൽ കേരളം പടുത്തുയർത്തിക്കൊണ്ടുവന്ന ആരോഗ്യ മേഖല തകർന്നു പോകും, പൊതു ആരോഗ്യ മേഖല തകർന്നു പോകും. ആ അപകടകരമായ സ്ഥിതിയിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നതിനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ BJPക്ക് അനുകൂല, കേന്ദ്രത്തിന് അനുകൂലമായ നിലപാടിന്റെ മറ്റൊരു ഉദാഹരണമാണ് PM ശ്രീ പദ്ധതിയിൽ എടുത്തിട്ടുള്ള നിലപാട്. എന്തായിരുന്നു UDA ഗവൺമെന്റ്, കേരളത്തിലെ ഗവൺമെന്റ് ഇവിടെ ഈ BRC പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫണ്ട് വാങ്ങിയെടുക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ ശക്തമായി പ്രതിഷേധിച്ചില്ലേ UDF? LDF അവസാനിപ്പിച്ചു. LDF അതിന്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് യോജിപ്പില്ല, മുന്നണിക്ക് യോജിപ്പില്ല. അതും PM ശ്രീ ഒന്നല്ല. എന്നാൽ PM ശ്രീ പദ്ധതി അതിന്റെ ചില അംശങ്ങൾ ചേരുന്നതുമാണ്. കേരളത്തിൽ PM ശ്രീ നടപ്പിലാക്കേണ്ടതില്ല എന്നാണല്ലേ LDF ഗവൺമെന്റ് തീരുമാനിച്ചത്. ആദ്യം ഒപ്പിട്ടു എന്നുള്ളത് ശരിയാണ്. ഒപ്പിട്ടു, എതിർപ്പ് വന്നു, ആലോചിക്കാതെ ഒപ്പിട്ടു, എതിർപ്പ് വന്നു,
അത് മാറ്റം വരുത്തുന്നതിന് തീരുമാനിച്ചു. ഗവൺമെന്റ് അത് മാറ്റം വരുത്താൻ തീരുമാനിച്ചു. അത് നടപ്പിലാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഇപ്പൊ എന്താ ഇവിടെ നടപ്പിലാക്കുന്നത്? ഇനി PM ശ്രീ കേരളത്തിലൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെ സ്കൂൾ നല്ല പരിഷ്കരണത്തിലേക്ക് പോയതാണ്. ഗവൺമെന്റിന്റെ കീഴിൽ, LDF ഗവൺമെന്റിന്റെ കീഴിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റിയതാണ്. നാനാതരത്തിലുള്ള സഹായങ്ങൾ തേടി ഗവൺമെന്റ് മുൻകൈയെടുത്ത് ഇത്തരമൊരു പരിഷ്കരണ നടപടികൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അവിടെ PM ശ്രീയുടെ സഹായമില്ലാതെ തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തെ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് കേരളത്തിന്റെ അനുഭവം. ഇതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ PM ശ്രീ വഴി ഏതെങ്കിലും ഒരു സ്കൂളിൽ പരിഷ്കരണ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പതിക്കണം. ഈ നിലപാട് വന്നിരിക്കുകയാണ്. ലൈഫ് പദ്ധതി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. സ്വന്തമായി വീട് നിർമ്മിക്കാൻ കഴിയാത്ത പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സ്വന്തമായ വീട് ഗവൺമെന്റ് ഉറപ്പ് നൽകിയതാണ്. ആ വീട് അങ്ങനെ വീട് നിർമ്മിക്കുമ്പോൾ 4 ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുക്കുന്നു. സ്വന്തം പൈസ മുടക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അവർക്ക് പണം മുടക്കി ഇതിന് കുറച്ചുകൂടി ഉയർന്ന പരിഷ്കരണങ്ങളൊക്കെ ഏർപ്പെടുത്താം. പക്ഷെ 4 ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുക്കും. ഈ നിലപാടിനോട് എന്താ ഗവൺമെന്റിന്റെ, ഇവിടുത്തെ UDF ഗവൺമെന്റ് നിലപാട് എന്താ? ആ പദ്ധതി അതുപോലെ തന്നെ തുടരാൻ അവർ തയ്യാറല്ല. അവരിപ്പോൾ സ്വീകരിക്കുന്നത് 1 ലക്ഷം രൂപ കുറച്ചേ കൊടുക്കുള്ളൂ എന്നാണ്. അങ്ങനെ കൊടുത്ത് കേന്ദ്രത്തിന്റെ ഒരു ചെറിയ സഹായം കിട്ടിയാൽ തന്നെ അവിടെ പ്രധാനമന്ത്രിയുടെ പടം വെക്കണം ഈ വീടിന്റെ മുമ്പിൽ. ഇതൊരു എത്ര പാവപ്പെട്ടവനായി കഴിഞ്ഞാൽ ആ പാവപ്പെട്ടവന് ഒരു സാധാരണ നിലയിലുള്ള ഒരു അഭിമാനമുണ്ടാവും. അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന നിലയിലാണ് ഇത്തരം നടപടികളെല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടി. എന്താ ഇതിന്റെ അർത്ഥം? നേരത്തെ അവർ ഇതിനെല്ലാം എതിർത്തതാണ്. എതിർത്തവർ ഇതിന് പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ജനദ്രോഹപരമായ സമീപനത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ സർക്കാർ പീഡർമാരായി BJP അനുയായികളെ നിശ്ചയിക്കുന്ന നില വന്നു. സെനറ്റിലും സിൻഡിക്കേറ്റിലും സംഘപരിവാർ അനുഭാവികളെ തള്ളിക്കയറ്റുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു. ഇതിനെല്ലാം UDF ഗവൺമെന്റ് പിന്തുണ നൽകുകയാണ്. ഇത് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുള്ള പ്രശ്നത്തിന്റെ ഭാഗമാണ്. ഈ രീതിയിലുള്ള നടപടികളിലൂടെ ജനവിരുദ്ധ സമീപനങ്ങളാണ് സ്വീകരിക്കുക. ഇവിടെ ഒരു മിഷൻ സമുദ്ര എന്നൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഈ കരിമണൽ ഖനനം അത് സ്വകാര്യവൽക്കരിക്കപ്പെടും, തുറമുഖങ്ങൾ സ്വകാര്യവൽക്കരിക്കും. ഈ നിലപാടുകളിലേക്കാണ് ഇതുപോലുള്ള പദ്ധതി പ്രാവർത്തികമാക്കുന്നതിലൂടെ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്തരം ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അധികാരമേൽക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് ഒരു ഹെലികോപ്റ്റർ യാത്ര നടത്തി. സ്വന്തം ചാർട്ട് ചെയ്ത ഹെലികോപ്റ്ററാണ്. ആ ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചത് ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ SITയുടെ നിരീക്ഷണത്തിന് വിധേയനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പ്രതിയല്ല. അദ്ദേഹത്തിന് അതിലെന്തെങ്കിലും പങ്കിടുമോ നമുക്കറിയില്ല. നമ്മൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരാളെ കൂട്ടി കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി യാത്ര ചെയ്യാമോ? ഇതാണ് ചോദ്യം. മംഗലാപുരത്ത് ചെന്ന് BJP നേതൃത്വവുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നു. അദാനി ഗ്രൂപ്പിന്റെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഇത് സതീശൻ, ഞാൻ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രസ് മീറ്റിൽ ഞാൻ തന്നെ ഇതിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടതാണ്. ഇന്ന് വരെ ഒരു വിശദീകരണം തന്നിട്ടില്ല. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ വിശദീകരണം എന്ത്? ഇങ്ങനെ ഒരു യാത്ര നടത്തിയതിനെ സംബന്ധിച്ച് ശരിയോ തെറ്റോ? എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശം? ഇത് സംബന്ധിച്ച് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം വിശദീകരിക്കണ്ടേ? അഖിലേന്ത്യാ നേതൃത്വം ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇവിടെ ജനങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതിയുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ്
ഒരു എന്താ പറയാ ഇന്ദിരാ ഗ്യാരണ്ടി ഒരു പദ്ധതി മുമ്പോട്ട് വെച്ചല്ലോ. ആ പദ്ധതി പ്രകാരം KSRTCയിൽ മുഴുവൻ സ്ത്രീകൾക്കും യാത്രാ സൗജന്യം. ഇതാണ് പ്രഖ്യാപിച്ചത്. നടപ്പിലാക്കി വന്നപ്പോഴോ ഓർഡിനറി സർവീസിൽ യാത്ര ചെയ്യുന്നവർക്ക് മാത്രം സൗജന്യം. എന്നാൽ അത് നടപ്പിലാക്കി തുടങ്ങിയല്ലോ. അത് അത്രയും സ്വാഗതാർഹം, സ്വീകാര്യമായ നടപടി. ഞങ്ങളാരും അതിനെ എതിർത്തിട്ടില്ല, അതിന് പിന്തുണയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ KSRTC 12,000 കോടി രൂപ KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനും പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കുന്നതിനു വേണ്ടി ഗവൺമെന്റാണ് നൽകിയിട്ടുള്ളത്. കേരളത്തിലെ LDF ഗവൺമെന്റാണ് നൽകിയിട്ടുള്ളത്. KSRTCയുടെ ഒരു സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്? വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു വ്യവസായമാണ്. ആ ഒരു വ്യവസായത്തിൽ ഗവൺമെന്റ് പണം മുടക്കി ഇങ്ങനെ സൗജന്യ യാത്ര അനുവദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ KSRTCയുടെ വരുമാനം സംരക്ഷിക്കപ്പെടുമോ? കൂടുതൽ അപകടത്തിലേക്ക്, നിലനിൽപ്പിന്റെ കാര്യത്തിൽ കൂടുതൽ അപകടത്തിലേക്ക് KSRTC നീങ്ങുകയാണ്. KSRTCയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും KSRTCയിലെ പെൻഷൻകാരുടെയും താല്പര്യങ്ങൾ പരീക്ഷിക്കണം. അതിനാവശ്യമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുമോ? ഇപ്പോൾ വരുന്ന ചെലവെല്ലാം സംസ്ഥാന ഗവൺമെന്റ് വഹിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പൊ ചെലവെല്ലാം സംസ്ഥാന ഗവൺമെന്റ് നിർവഹിക്കണം എന്നുള്ള കാര്യം തർക്കമില്ല. ഈ ഗ്യാരണ്ടിയിൽ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം പറയുന്നത് ആശാ വർക്കർമാർക്ക് 21,000 രൂപ അലവൻസ് കൊടുത്തിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗജന്യം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു മാസം 100 രൂപയുടെ വർധനവ് യാത്രാ ചെലവിൽ അധികം വരികയാണ് ഉണ്ടായിട്ടുള്ളത്. 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് എന്നുള്ള നിലയിൽ ആശ്വാസ നടപടി, ഇൻഷുറൻസ് പദ്ധതി. ഇതിന് എത്രയാ ഗവൺമെന്റ് ഫണ്ട് വകയിരുത്തിയത്? ഈ 25 ലക്ഷം രൂപ വീതം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5,000 കോടി രൂപയെങ്കിലും ബജറ്റിൽ കാണണം. ഗവൺമെന്റ് വകയിരുത്തിയിരിക്കുന്നത് 10 കോടിയാണ്. 10 കോടി ഇത് നടപ്പിലാക്കാനാണോ? 10 കോടി കൊണ്ട് നടപ്പിലാക്കി ഗവൺമെന്റ് വേണമെങ്കിൽ ഇനിയും തുക കൊടുക്കാം. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ സഹായകരമായ നിലപാടല്ല ഈ കാര്യത്തിൽ സ്വീകരിച്ചു എന്നുള്ളത് കാണാം. വിദ്യാർത്ഥികൾക്ക് വേണ്ടി കണക്ട് വർക്ക് എന്നൊരു പദ്ധതിയുടെ ഭാഗമായി 1000 രൂപ സഹായധനം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അത് കേരളത്തിലെ ഇപ്പോഴത്തെ ഗവൺമെന്റ് അത് റദ്ദ് ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി 1000 രൂപ ഒരു മാസം LDF ഗവൺമെന്റ് 2 മാസങ്ങളിലായി 16 ലക്ഷം പേർക്ക് ഇതിന്റെ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. കൊടുക്കാൻ അർഹതപ്പെട്ടവർ 31 ലക്ഷമാണ്, ബാക്കി കൊടുക്കേണ്ടതാണ്. ഈ കാര്യത്തിൽ എന്താ UDF ഗവൺമെന്റ് നിലപാട്? ഈ ആനുകൂല്യം നിഷേധിക്കുന്ന സമീപനമാണ് അവർ ഇപ്പോൾ സ്വീകരിക്കുന്നത്. സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി 1000 രൂപ സഹായം നൽകുക എന്ന നിലപാടിൽ നിന്ന് അവർ പിറകോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. പവർ കട്ടാണ് കേരളം നേരിടുന്ന ഒരു പ്രശ്നം. നമ്മൾ നിരവധി ദുരന്തങ്ങൾ കേരളം നേരിട്ടു. അക്കൂട്ടത്തെ 2018 പ്രളയം, 2019 പ്രളയം, വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായോ? നിരവധി സബ്സ്റ്റേഷനുകൾ വെള്ളത്തിലായി, നിരവധി ട്രാൻസ്ഫോമറുകൾ വെള്ളത്തിലായി, വൈദ്യുതി ലൈൻ വലിയ തോതിൽ തകർച്ചയെ നേരിട്ടു. വൈദ്യുതി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും പിന്തുണയോടെ, അവരുടെ മുൻകൈയോടെ ഈ കുറവുകളെല്ലാം അവർ പരിഹരിക്കപ്പെട്ടു. അങ്ങനെ ഒരു അനുഭവം കേരളത്തിലില്ലേ? ഈ അനുഭവമാണോ കേരളത്തിൽ ഇപ്പോഴുള്ളത്? കേരളത്തിന് വൈദ്യുതിയുടെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി മുൻകൂട്ടി കേരളത്തിന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അധിക വില കൊടുത്ത് വൈദ്യുതി ചിലപ്പോൾ വാങ്ങേണ്ടി വരുന്നിട്ടുണ്ട്. അങ്ങനെ വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച് കേരളത്തിന്റെ വൈദ്യുതിയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റി. ഇപ്പോൾ അപ്രഖ്യാപിത പവർ കട്ടിനെ എല്ലാ വിഭാഗം ആളുകളും നേരിടുകയാണ്, എല്ലാ കുടുംബങ്ങളും നേരിടുകയാണ്. അത്തരമൊരവസ്ഥ കേരളം 10 വർഷക്കാലമായി പവർ കട്ട് ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ആ പവർ കട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്.
പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നിരവധി കള്ളക്കേസുകൾ, പ്രതിപക്ഷ നേതാവിന്റെ വീട് റെയ്ഡ് ചെയ്യുന്ന നടപടികൾ, ഈ ഡൽഹി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സമരത്തിൽ വന്ന ആളുകൾക്കെതിരായിട്ട് കടുത്ത മർദ്ദനം, അവരെ കൈവിലങ്ങ് വെച്ച് കോടതിയിൽ കൊണ്ടുപോകുന്ന നടപടി, ഇതെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം നടപടികളെല്ലാം വളരെ അപകടകരമായ നിലയിലാണ് കാര്യങ്ങൾ കേരളത്തെ കൊണ്ടെത്തിക്കുന്നത്. കേരളത്തിന്റെ മദ്യത്തിന്റെ നികുതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നു. ഒരു നികുതി കുറയ്ക്കാൻ, മദ്യത്തിന്റെ നികുതി എങ്ങനെയാ? സ്പിരിറ്റ് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യമുണ്ട്, വിദേശ മദ്യമുണ്ട്. വീര്യം കുറഞ്ഞ മദ്യം എന്ന ലേബലിൽ പെടുത്തി സ്പിരിറ്റ് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന്റെ 251% നികുതി എന്നുള്ളത് 120% കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ആ പ്രശ്നം ഇപ്പോഴും കേരളീയ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് ഒരു ധവളപത്രം ഇപ്പം 14,400 കോടി രൂപ ഈ 3 മാസക്കാലത്തിനിടയിൽ കേരള ഗവൺമെന്റ് കടം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 14,400 കോടി രൂപ. ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല. ഇത്തരമൊരു സ്ഥിതിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ധനകാര്യ മാനേജ്മെന്റിലുള്ള കാര്യക്ഷമതയില്ലായ്മ, ഇങ്ങനെയുള്ള നാനാതരത്തിലുള്ള പ്രശ്നങ്ങൾ കേരളത്തെ ബാധിക്കുകയാണ്. സാധാരണ ജനങ്ങളുടെ തൊഴിലും തൊഴിലവകാശങ്ങളും തൊഴിലാളികളുടെ തൊഴിലും തൊഴിലവകാശങ്ങളൊന്നും സംരക്ഷിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള നിലപാട് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളിൽ വളരെ ഗൗരവതരമായ ചില ആരോപണങ്ങളും ഉത്തരവാദപ്പെട്ടവർക്കെതിരായിട്ട് വരികയാണ്. അപ്പം MDMA ഉപയോഗത്തെ സംബന്ധിച്ച് കേരളത്തിൽ കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന ചില ആളുകൾ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം കൂടി ഉപയോഗപ്പെടുത്തി ഈ മയക്കുമരുന്ന് കച്ചവടത്തിൽ ഏർപ്പെടുകയും അതിനുള്ള നടപടികളെ സംബന്ധിച്ചിടത്തോളവും ധാരാളം വാർത്തകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവസാനം ഇപ്പോ മയക്കുമരുന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ പദ്ധതി കേരള ഗവൺമെന്റ് നടപ്പിലാക്കുകയാണല്ലോ. ആ പദ്ധതി പോലും ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ആ പദ്ധതി നടപ്പിലാക്കേണ്ട പദ്ധതി തന്നെയാണ്, അതിനൊന്നും തർക്കമൊന്നുമില്ല. കുറേയേറെ കുറ്റവാളികളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും അവരുടെ പേരിൽ നടപടിയെടുക്കാനും കഴിഞ്ഞു എന്നുള്ളത് സ്വാഗതാർഹമായ നടപടിയാണ്. പക്ഷെ അത് ഗവൺമെന്റിന് സ്വതന്ത്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ഇങ്ങനെയുള്ള വളരെ ഗൗരവമായ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഇപ്പം ഓണം അടുക്കുകയാണ്. സാധാരണ നിലയിൽ ഓണക്കാലത്ത് കൊടുക്കുന്ന അരി ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി പ്രശ്നങ്ങൾ കൂടുതൽ ദുരിതത്തിലേക്ക് പോവുകയാണ്.